ആമേൻ. നമുക്കെടുക്കാം ഉൽപ്പത്തി പുസ്തകം വേഗത്തിൽ 43-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദവാക്യം ഒന്ന് വായിച്ചേ. പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും അനുജനുമായ ബെന്യാമിനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങൾ പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു. ബെന്യാമിനെ കണ്ടു. അടുത്ത വാക്യം, നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. അടുത്തത്, ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് തട്ടിയിട്ട് പറ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിനക്ക് കൃപ നൽകട്ടെ. ഒന്ന് അസൂയില്ലാതെ പറപ്പ, ഒന്ന് അസൂയില്ലാതെ പറ, ദൈവം നിനക്ക് പറ കൃപ നൽകട്ടെ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇത് ജോസഫ് തൻ്റെ അനുജനായ ബെന്യാമിനെ കണ്ടിട്ട് പറയുന്ന വാക്യമാ. മക്കളെ ശ്രദ്ധിച്ചോ, ബെന്യാമിനെ കണ്ടിട്ട് പറയുന്ന. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഞാനതൊന്ന് മനസ്സിലാകുന്ന വാക്കിൽ ചുരുക്കി അങ്ങ് പറയാം. ജോസഫും യേശുവും തമ്മിലുള്ള താരതമ്യ പഠനം സുരേഷ് ബാബു പാസ്റ്റർ വന്നപ്പോൾ പഠിച്ചു. അല്ലേ? എത്ര പേര് കേട്ടു? യേശുവും ജോസഫും തമ്മിൽ നിഴലും പൊരുളുമായിട്ട് പഠിച്ചു. അല്ലേ? ജോസഫും നമ്മുടെ യേശു കർത്താവും തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമുണ്ട്. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ അവർ തള്ളി, എല്ലാവരാലും ഉപേക്ഷിച്ചു. യേശുവിനെ എല്ലാവരും ഉപേക്ഷിച്ചു. അല്ലേ? അവനെ 20 വെള്ളിക്കാശിന് വിറ്റു, യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. അവൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞെടുത്തു. ജോസഫിൻ്റെ വസ്ത്രം ഉലിഞ്ഞ പോലെ യേശുവിൻ്റെ വസ്ത്രവും ഉലിഞ്ഞെടുത്തു. യഹൂദ അവനെ ഇട്ടു, അതുപോലെ തന്നെ യൂദ അവന് തള്ളി പറഞ്ഞു. ഇനി എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു. അവൻ ജയിലിൽ അടക്കപ്പെട്ടു. ജോസഫ് അടക്കപ്പെട്ടു, തിരിച്ച് യേശുവും അതുപോലെ അടക്കപ്പെട്ടു. ജോസഫ് ഒരു ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. അല്ലേ? പോത്തിഫറിന്റെ മോളെ. യേശുവും ഒരു ജാതീയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതാ ഈ ഇരിക്കുന്ന നമ്മളെല്ലാം. ഒരല്ലേ, ജോസഫ് ഒരു ജാതീയ പെൺകുട്ടിയെ വിവാഹം കഴിച്ച പോലെ നമ്മളെ യേശു കർത്താവ് വിവാഹം കഴിച്ചു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ജോസഫ് യേശുവിൻ്റെ ആരാണ്? പറ, നിഴലാണ്. അല്ലേ? അങ്ങനെ പഠിച്ചു വരുമ്പോൾ ആ ദൈവദാസൻ പഠിപ്പിച്ച സബ്ജക്റ്റുമായി ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു എന്തെല്ലാം അനുഭവിച്ചോ അതെല്ലാം ആരനുഭവിച്ചു? പറ, ജോസഫ് അനുഭവിച്ചു. ജോസഫ് കടന്നുപോയ എല്ലാ സ്ഥലത്തും ആരുണ്ട്? യേശുവുണ്ട്. ഇനി യേശു ഈ കുണ്ടറയിൽ നിന്ന് മരിച്ചു അടക്കപ്പെട്ട് അവിടെ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ സിംഹാസനായിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. മരിച്ചുപോയി, എൻ്റെ മകൻ ഇനി ജീവനോടെ വരില്ല എന്ന് യാക്കോബ് വിധി എഴുതിയ, അത് സുരേഷ് ബാബു ഭാഷ പറഞ്ഞില്ല, ഞാൻ ഒന്ന് കോട്ട് ചെയ്ത് പറയുക. യാക്കോബ് പറഞ്ഞു, എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് പറഞ്ഞു വിടുമല്ലോ, എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ ആ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് പറഞ്ഞു. യേശുവും മരിച്ചു തീർന്നു എന്ന് പറഞ്ഞെടുത്ത് 3-ാം ദിവസം മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. ഇവിടെ സ്തോത്രം വായിച്ച ഒരു വാക്യമുണ്ട്. ഒന്നുകൂടി വായിക്കുമ്പോൾ അതിന്റെ പദം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. 43-29 ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഇങ്ങനൊരു ചിന്ത കയറി വന്നുകൊണ്ട് ഞാൻ ആ വാക്യം എടുത്തതാ. പിന്നെ അവൻ തല ഉയർത്തി എന്ത് കണ്ടു?
തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. ആമേൻ. സജിമാഷേ, ഞാൻ ഈ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. മക്കളെ, 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ട ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പേ അവൻ സഹോദരൻ കൂടെ പറഞ്ഞു. കണ്ട സ്വപ്നം അതേപടി പറഞ്ഞു. വ്യാഖ്യാനിച്ചത് ചേട്ടന്മാരാ. അത് പറഞ്ഞു, ആ കറ്റകളെല്ലാം നിന്നെ വണങ്ങി നമസ്കരിക്കുന്നു, ഞങ്ങളാണോ അത്? അവൻ ജോസഫ് മിണ്ടിയില്ല. സൂര്യനും ചന്ദ്രനും വീണ് നമസ്കരിക്കുന്നു. അപ്പം പറഞ്ഞു, ഞങ്ങൾ നിന്നെ നമസ്കരിക്കുമോ? ജോസഫ് മറുപടി പറഞ്ഞില്ല. പക്ഷേ അപ്പൻ ആഹാരം കൊടുത്തു വിട്ട ജോസഫിനെ പൊട്ടക്കിണറ്റിൽ 17-ാമത്തെ വയസ്സിൽ അവർ തള്ളിയിട്ടു. അവിടുന്ന് ഇതാ നോക്കിക്കേ, നീണ്ട ചില ദിവസങ്ങളും വർഷങ്ങളും. ഇപ്പോൾ ജോസഫിന് 30 വയസ്സായി. അവൻ സ്വപ്നം വ്യാഖ്യാനിച്ച നിമിത്തം കുണ്ടറയിൽ നിന്ന് കൊട്ടാരത്തിൽ വന്നു. ഒരു അല്ലലി എന്ന് പറഞ്ഞേ. കൊട്ടാരത്തിൽ വന്ന ജോസഫ് ഇപ്പോൾ മിസ്രയീമിലെ മന്ത്രിയായി മാറി. ദേശത്ത് താൻ പ്രവചിച്ച പോലെ ക്ഷാമം നേരിട്ടു. ക്ഷാമം കഠിനമായപ്പോ കനാനിൽ താമസിക്കുന്ന യാക്കോബ് 10 മക്കളെ വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ മക്കളെ, നിങ്ങൾ അറിയുന്നില്ലേ മഹാക്ഷാമം പിടിച്ചിരിക്കുന്നു. ഈ ക്ഷാമത്തിൽ നമ്മൾ മരിച്ചു പോകും. മിസ്രയീമിൽ ധാന്യമുണ്ടെന്നറിയുന്നു. നിങ്ങൾ പോയി ധാന്യം കൈക്കൊള്ളണം. ആമേൻ. ഇതാ നോക്കിക്കേ, 10 മക്കളെ വിളിച്ച് ആമൻ ധാന്യം വാങ്ങിക്കാനുള്ള പണമെല്ലാം കെട്ടുകെട്ടായി കയ്യിലോട്ട് കൊടുത്തിട്ട് ആമൻ മിസ്രയീമിലേക്ക് വിടുന്നു. മിസ്രയീമ്യ ഗേറ്റ് കടന്നപ്പോൾ വലിയ ജനപ്രവാഹം. എന്താണ് ഈ ജനക്കൂട്ടം? ലോകരാജ്യങ്ങളിൽ നിന്ന് ധാന്യം കൈക്കൊള്ളുവാൻ ആളുകൾ മിസ്രയീമിലേക്ക് അകമ്പടിയായി വരുന്നു. കുറച്ചു പേര് വാങ്ങിച്ചോണ്ട് പോകുന്നു, കുറച്ചു പേര് വാങ്ങിക്കാൻ കയറുന്നു. ഇതാ നോക്കിക്കേ, അവിടെ വാതിക്കൽ ആമൻ ചങ്കോല് പിടിച്ച് തലയിൽ പൊൻകിരീടം ധരിച്ച് ആമൻ പട്ടുവസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ഏകദേശം അനവധി സ്റ്റെപ്പുകൾക്ക് മീതെ ഉയർന്ന നിലയിൽ ഒരു യവനക്കാരൻ ഇരിക്കുന്നു. കണ്ടാൽ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയാണ്. അവന്റെ തലയിലാണ് കിരീടം, അവന്റെ കയ്യിലാണ് ഈ അധികാരത്തിന് വടിയിരിക്കുന്നത്. ഇവരെല്ലാം കയറി ചെന്ന ഉടനെ എല്ലാവരും കുമ്പിടണം. കുമ്പിട്ട് നമസ്കരിച്ചു. 10 പേരും കുമ്പിട്ട് നമസ്കരിച്ചു. ഉടനെ ജോസഫ് പതുക്കെ എഴുന്നേറ്റു. ജോസഫ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ജോസഫിന് ഒറ്റ നോട്ടത്തിൽ ആന്റി മനസ്സിലായി, ഇതെന്റെ അമ്മയുടെ മക്കളാണ്, സഹോദരന്മാരാണ്. എന്നിട്ടും ജോസഫ് മറച്ചു വെച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടത്തുകാരാണ്? നിങ്ങൾ ആരാണ്? ഉടനെ അവിടെ മൂത്ത ജ്യേഷ്ഠൻ രൂപേൻ പറഞ്ഞു, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാണ്, ഞങ്ങൾ കനാനിൽ നിന്ന് വരുന്നു. ആമേൻ. അപ്പോൾ ജോസഫ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ ദൗർബല്യം, അങ്ങനെയാ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കി ഞങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ വന്നു. ഉടനെ അവര് പറഞ്ഞു, അല്ല, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാ, ഞങ്ങൾ അങ്ങനെ വന്നതല്ല, ഞങ്ങൾ ആഹാരം കൈക്കൊള്ളാൻ വന്നതാ. എന്നിട്ട് അവിടെ ഈ പുള്ളി ഒരു പദം പറയുന്നുണ്ട്, എനിക്ക് അത് ഒത്തിരി ഇഷ്ടമാ. ഞങ്ങൾ ആരാന്നാ പറഞ്ഞേ? എത്ര വാക്യം ഭാഷ? 42:11 ഒന്ന് വായിച്ചേ. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ സത്യസന്ധരാണ്, അടിയങ്ങൾ ചാരന്മാർ, ഒറ്റുകാരല്ല. അതിനർത്ഥം എന്നാ? ഞങ്ങൾ ചാരന്മാരല്ല, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങൾ ഒരപ്പന്റെ മക്കളാ, ഞങ്ങൾ സത്യസന്ധര. ഒരല്ലലി എന്ന് പറഞ്ഞ് തടി പോലെ മിടുക്കോടെ തല ഉയർത്തി നിൽക്കുന്ന ഇവനെ
കഴിഞ്ഞ 16-17 വർഷം മുമ്പ് പൊട്ടക്കിണറ്റിലിട്ട് കല്ലും വാരി തലയിലിട്ട ചേട്ടന്മാര് പറയുക, ഞങ്ങൾ സത്യസന്ധര. ജോസഫ് വിട്ടില്ല. അടുത്ത വാക്യം, 13-ാമത്തെ വാക്യം. അതിന് അവർ, അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ 12 സഹോദരന്മാർ, 12 സഹോദരങ്ങളാകുന്നു. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്. ഇളയവൻ വന്നിട്ടില്ല. ഇളയവൻ ബെന്യാമിൻ, അവനെ കൊണ്ടുവന്നില്ല. അവൻ വന്നിട്ടില്ല. അവൻ ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അടുത്ത വാക്യം, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഒരുത്തൻ ഇപ്പോ ഇല്ല. ആരോടായി പറയുന്നേ? ആ ഒരുത്തനോടായി പറയുന്നേ. സ്വതന്ത്രം. ആ ഒരുത്തൻ ഇപ്പോ ഇല്ല. അടുത്ത വാക്യം വായിച്ചോ മാഷേ. യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഞാൻ പറഞ്ഞ ശരിയാ, നിങ്ങൾ ചാരന്മാര് തന്നെയാ, വിട്ടില്ല. അടുത്ത വാക്യം, ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ്. ജോസഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ. ആമേൻ. നിങ്ങൾ പറഞ്ഞല്ലോ സത്യസന്ധരാന്ന്. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവാ. അവനെ കൊണ്ടുവന്നിട്ടല്ലാതെ ഞാൻ നിങ്ങളെ വിടുകയില്ല. ഓ രാമേൻ എന്ന് പറഞ്ഞു. തീർന്നില്ല. വായിച്ചോ. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങളിൽ ഒരുത്തനെ അയക്കുവിൻ. നിങ്ങളോ ബദ്ധന്മാരായിരിക്കും. നിങ്ങൾ 9 പേർ ഇവിടെ കിടക്കെ, ബാക്കി ഒരുത്തൻ പോയിട്ട് ആ ബെന്യാമിനെ കൊണ്ടുവാ, സഹോദരനെ കൊണ്ടുവാ. ആകപ്പാടെ പ്രശ്നമായി. അടുത്ത വാക്യം, നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ. അടുത്തത്, അല്ലെന്നു വരികിൽ ഫറവോനാണ് നിങ്ങൾ ഒറ്റുകാർ തന്നെ. അങ്ങനെ അവൻ അവരെ 3 ദിവസം തടവിലാക്കി. ഇവരെ 3 ദിവസത്തേക്ക് ഈ ചേട്ടന്മാരെ പിടിച്ചെവിടെയാക്കി. ഒരല്ലെന്ന് പറഞ്ഞു. തടവിലാക്കിയെന്ന് കരുതി പട്ടണിക്കൊന്നും ഇട്ടില്ല. നല്ല ചിക്കൻ കാലും മട്ടൻ കാലും കൊടുത്തായിട്ടത്. ഒരല്ലെന്ന് പറ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആമേൻ 3-ാം ദിവസം അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ചിട്ട് അവരെവിടെയാക്കി? തടവിലാക്കി. എന്നിട്ട് ബാക്കിയുള്ളവരെ എന്ത് ചെയ്തു? പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. വായിച്ചോ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗൃഹത്തിൽ കിടക്കട്ടെ, ഒരുത്തൻ ഇവിടെ കിടക്കട്ടെ. നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവിൻ. നിങ്ങൾ ഈ ധാന്യം കൊണ്ടുപോ, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഇവിടെ കിടക്കണം. ഒരു അല്ലെലിയോ എന്ന് പറഞ്ഞേ. വായിച്ചോ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും. അടുത്തത്, നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. അടുത്തത്, അവർ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ അവർ സമ്മതിച്ചു. അടുത്ത വാക്യം, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയ. 21-ാം വാക്യം എല്ലാരും ഒന്ന് കുറിച്ചിട്ടേക്കണേ. ഈ ജോസഫ് ഇങ്ങനെ നിൽക്കുക, തടി പോലെ നിൽക്കുക. ജോസഫ് സംസാരിക്കുന്നത് മിസ്രൈമ്യ വാക്കാ. ജോസഫ് പറയുന്നത് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നത് വേറൊരുത്തന എബ്രായ ഭാഷയിൽ. ജോസഫിന്റെ മട്ടും ജോസഫിന്റെ രീതിയും ഒക്കെ പക്ക മിസ്രൈമ്യനായി നിൽക്കുക, ഫറവോനെ പോലെ നിൽക്കുക. ജോസഫ് പറയുന്നതെല്ലാം എബ്രായ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഒരുത്തൻ. ഈ പ്രശ്നം നടക്കുമ്പോ ഇവര് 10 പേരും കൂടി അവിടെ നിന്നുകൊണ്ട് പറയുക, ഇത് നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ ഈ പൊറ്റക്കിണറ്റിൽ ഇട്ടപ്പോ ജോസഫിന്റെ ദുരനുഭവം അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഇവരാ പറഞ്ഞ അവിടെ എന്ത് സംഭവിച്ചെന്ന് ജോസഫ് പറഞ്ഞില്ല. പക്ഷേ ജോസഫിനെ കിണറ്റിലിട്ടപ്പോ അവിടെ എന്തൊക്കെ സംഭവിച്ചെന്ന് ഈ ചേട്ടന്മാരാ വിളിച്ചു പറഞ്ഞത്. അവര് പറയുന്ന വാക്യം കേട്ടോ, ഇത് നമ്മുടെ സഹോദരനോട് ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അവൻ നമ്മുടെ സഹോദരനോട് ദ്രോഹം ചെയ്തു, നമ്മോട് അവൻ എന്ത് ചെയ്തു? കെഞ്ചി. നിങ്ങളൊന്ന് ആത്മാവിലൊന്ന് കണ്ടേ. 10 ചേട്ടന്മാരും കൂടി ഒരുത്തനെ എടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടിട്ട് അവൻ കൊണ്ടുവന്ന ആഹാരം മുഴുവൻ കഴിക്കാൻ പായ വിരിച്ചിരുന്ന് തിന്നുമ്പോ ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന 17 വയസ്സുകാരൻ കെഞ്ചിയെന്ന്.
ഞാനിത് വായിച്ചപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടൊരു പദം ആത്മാവ് എന്നോട് പറഞ്ഞു. 10 പേരുടെയും പേര് വിളിച്ച് ആ പൊട്ടക്കിണറ്റി 4 മുറയിട്ട് ജോസഫ് ഗഞ്ചി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ നിങ്ങളോട് എന്ത് കാണിച്ചിട്ടാ നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടത്? ഓരോരുത്തരുടെയും പേര് വിളിച്ചു, ഒരുത്തനും മൈൻഡില്ല. അടുത്ത വാക്യം അവർ പറയുന്നുണ്ട്, നാം അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അപ്പൊ കെഞ്ചി പ്രാണസങ്കടം കണ്ടു, നിലവിളിച്ചു. ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. 17 വയസ്സേ ഉള്ളൂ, പുറത്തുള്ളവരല്ല, ഒരപ്പന്റെ മക്കളാ. വിട്ടു. എന്നിട്ട് അവർ തമ്മിൽ പറയാ, ഇതൊക്കെ നമ്മൾ അവനോട് ചെയ്തു. അടുത്ത വാക്യം വായിച്ചു മാഷേ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതിന് രൂബേൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? മൂത്ത ചേട്ടൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാ, കൊച്ചനോട് ദ്രോഹം ചെയ്യല്ലേ. അവൻ പയ്യനാ, അവൻ പാവാ, ഒരു സ്വപ്നമല്ലേ കണ്ടുള്ളൂ, ഒരു സ്വപ്നമല്ല വ്യാഖ്യാനിച്ചുള്ളൂ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ശിക്ഷ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇടല്ലേ എന്ന് പറഞ്ഞില്ലേ? എറിയല്ലേ എന്ന് പറഞ്ഞില്ലേ? രൂപേൻ അവിടെ വെച്ച് ബാധിക്കാൻ തുടങ്ങി. അടുത്ത വായിച്ചേ. എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. യോസേഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നത് കണ്ടോ? അവിടെ ഉണ്ട്, ജോസഫ് ഇവരോട് സംസാരിച്ചത് എങ്ങനെയാ? ആമേൻ, പരിഭാഷപ്പെടുത്തിയ. അതുകൊണ്ട് ജോസഫിന് എബ്രായ ഭാഷ അറിയത്തില്ലെന്നായി മാറി വിചാരിച്ച് ഇത് മുഴുവൻ പച്ചത്തടി പോലെ നിന്ന് കേൾക്കുക. ജോസഫിന്റെ സാഹചര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. രക്തം ജയം. ഇനി അത് ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ജോസഫിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നുകൂടി ഒന്ന് ചിന്തിച്ചേ. വാടകക്കെങ്കിലും ഒരു AK-47 എടുക്കത്തില്ലേ? വാടകക്കെങ്കിലും. ഇനി AK-47 കിട്ടിയില്ലെങ്കിൽ ഒരു ഗാഥനയെങ്കിലും മേടിച്ച് മൂട്ടിലിട്ട് പൊട്ടിക്കത്തില്ലേ? അല്ലേ? എന്നാലും നമ്മുടെ കേട് തരുവോ? ഈ മനുഷ്യൻ പുലി പോലെ അങ്ങ് നിൽക്കുക. ഇതെല്ലാം ചെയ്തു. എന്നിട്ട് ശീമോനെ പിടിച്ച് കെട്ടി ബന്ധിച്ചു. ബാക്കിയുള്ളവർക്കെല്ലാം ധാന്യം കൊടുത്തു. ധാന്യം കൊടുക്കാൻ നേരത്ത് ബാല്യക്കാരനോട് പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, അവർ കൊണ്ടുവന്ന നാണയമില്ലേ, അത് ആ ചാക്കിന്റെ വായ്ത്തലക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെയല്ലേ മാഷേ? അവരുടെ ചാക്കിൽ ധാന്യം നിറക്കാനും അവരുടെ ദ്രവ്യം അവനവന്റെ ചാക്കിൽ തിരികെ അവനവന്റെ ചാക്കിൽ വെക്കാൻ പറഞ്ഞു. ഒരു അല്ലലി എന്ന് പറ. ആമേൻ. ഞാൻ ഇതിനകത്തുനിന്ന് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആമേൻ. ജോസഫ് മന്ത്രിയായിട്ടുള്ളപ്പോ ആമേൻ അവന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മ പണം കൊണ്ടല്ല, അതൊരു ദാനമാണ്. ദൂരെ മനസ്സിലായില്ലേ? ദൈവം നമുക്ക് തരുന്ന സകല നന്മകളും സകല അവകാശങ്ങളും സകല ദാനവും പണം കൊണ്ട് കിട്ടുന്നതല്ല, പകരം അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി തരുന്നതാണ്. ആ പണമുണ്ടല്ലോ ചാക്കുകെട്ടിനകത്ത് വെച്ചതിന്റെ തെളിവെന്താണെന്നറിയാമോ? ഞാൻ മന്ത്രിയായിരിക്കുമ്പോ, ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ, ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റുന്ന ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിന്റെ പണമല്ല, പകരം അതെന്റെ ദാനമാണ്. ദൈവമക്കളെ, ഈ ചാക്കുകെട്ടിനകത്ത് എന്തിനാ പണം വെച്ചത്? ഒരിക്കൽ തമ്പുരാൻ എന്നോട് പറഞ്ഞു, ആ പണം വെച്ചതിന്റെ പിന്നിലെ ചരിത്രം എന്നാന്നറിയാമോ? ഇത് ലോകം അറിയണം. ലോകം മുഴുവൻ ക്ഷാമത്താൽ അവ കഠിനമായി കഷ്ടമനുഭവിക്കുമ്പോ ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന ഒരു മന്ത്രിയായ ജോസഫ് നിന്റെ കുടുംബത്തിൽ ജീവനോടെ ഉള്ളപ്പോൾ നിനക്ക് പണം കൊണ്ടല്ല, പകരം ദാനമായി ചിലത് ദൈവം നിനക്ക് നൽകി തരുന്നു. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്, കഴിവ് കൊണ്ടല്ലോ, മിടുക്ക് കൊണ്ടല്ലോ, സമ്പത്ത് കൊണ്ടല്ലോ, ദൈവത്തിന്റെ ദാനമത്രേ. ഇത് ദുരിതാ കേട്ടോ.
നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിന്റെ ദാനമാണ്. പണത്തോട് അതൊന്നും കൂട്ടിവെക്കാൻ കഴിയത്തില്ല. ആമേ. രൂപേനെ, സീമോനെ, യഹൂദേ, നീ കൊണ്ടുവന്ന പണം ഇതാ ആ ചാക്കുകെട്ടിനകത്തുണ്ട്. ഞാനാണ് ഈ ക്ഷാമകാലത്ത് നിന്നെ പോറ്റുന്നവൻ. നിന്റെ പണമല്ല എനിക്ക് വേണ്ടത്. നീ എന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ, എന്റെ മുമ്പിൽ നീ വീണാൽ, നിന്റെ ക്ഷാമം തീർക്കാൻ എന്റെ അടുക്കൽ ധാന്യപ്പുര നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു ദൂതെന്ന് ശ്രദ്ധിച്ചോ. വേണമെങ്കിൽ ആമേൻ പറഞ്ഞോ. ചിലനെ ക്ഷാമത്തിന്റെ കെട്ടുന്നു പൊട്ടും. ആമേൻ. യേശു ക്രിസ്തു ആമേൻ ജോസഫിന്റെ നിഴലാണെങ്കിൽ ആ ദൂത് പറയാത്തത് കൂട്ടി പറയാം. ഏത്? ആമേൻ എത്ര ക്ഷാമം നേരിട്ടാലും ആമേൻ ഈ ആയുധപ്പുരയുടെ അല്ല, ഈ അപ്പത്തിന്റെ ആമേൻ ശേഖരത്തിന്റെ താക്കോല് ജോസഫിന്റെ അരയിൽ വന്നതുപോലെ ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റാൻ ഒരു അത്ഭുത മന്ത്രിയായ, ഒരു വീരനായ ദൈവമായ ഒരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട്. ധൈര്യമായിരിക്കെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുക, ജോസഫിന്റെ കയ്യിൽ ആമേൻ സ്തോത്രം കലപ്പുരയുടെ താക്കോലുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന്റെ കയ്യിൽ നിന്നെ പോറ്റാൻ, നിന്റെ കുടുംബത്തെ പോറ്റാൻ, നിന്റെ തലമുറയെ പോറ്റാൻ, നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടത്, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടത് നൽകിത്തരാൻ കലപ്പുര കയ്യിലുള്ളവനോ ഇന്ന് പകൽ നമ്മുടെ നടുവിലുള്ളത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സകല ക്ഷാമത്തിൽ ഉള്ളവരും ആരെ അന്വേഷിച്ചു വന്നു? പറ. താക്കോൽ ആരുടെ ഇല്ല? ഒരു ഹല്ലേലൂയ പറ. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ. ആരും തുറക്കാതെ വണ്ണം അടക്കുന്നവൻ, ആരും അടക്കാതെ വണ്ണം തുറക്കുന്നവനായ യേശുവെന്ന നിന്റെ അപ്പന്റെ കയ്യിലാ താക്കോൽ ഇരിക്കുന്നത്. ക്ഷാമം നേരിടില്ല വിശ്വസിക്കുന്നവരാമേൻ പറ. ഇന്ന് പകൽ ചില ക്ഷാമത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാ. നീ തിരിച്ചറിയ, ജോസഫിന്റെ അരയിലാണ് കളപ്പൂരയുടെ താക്കോല്, പാണ്ഡികശാലയുടെ താക്കോല് ജോസഫിന്റെ കയ്യില്. അങ്ങനെയാണെങ്കിൽ ജോസഫിന്റെ പൊരുള് എന്റെ യേശുവോ, പാണ്ഡികശാലയുടെ താക്കോല് എന്റെ യേശുവിന്റെ കയ്യില്. സ്വത്രം. ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാന് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. മറ്റ് യാതൊരു നിലയിലും അത് വ്യാഖ്യാനിക്കരുത്, അത് എടുക്കരുത്. സത്യസന്ധമായി ഞാൻ പറയുക. ആമേൻ. കോവിഡ് വന്നപ്പോ, കോവിഡ് തലങ്ങും വിലങ്ങും അടിച്ചപ്പോ ഒരാള് എന്നെ നേരിട്ട് ഫോൺ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്തോ ചർച്ച് ഓപ്പൺ ആണോ? ഇല്ല. മീറ്റിംഗ് നടക്കുന്നുണ്ടോ? ഇല്ല. സ്വത്ര കാഴ്ചയുണ്ടോ? ഇല്ല. ഓഫറിംഗ് അയച്ചു തരുന്നുണ്ടോ? ഇല്ല. പെട്ടു അല്ലേ? എന്നാ പെട്ടു. കൊച്ചു പിള്ളേർ വന്നോ ജാങ്കു പിന്നെയും പെട്ടെന്ന് വന്ന പോലെ നമ്മൾ പെട്ടെന്ന് എന്നെ നേരിട്ട് വിളിച്ചു ചോദിച്ചോ, പാസ്റ്റർ പെട്ടു അല്ലേ? അടുത്ത ചോദ്യം, ലോണുണ്ടോ? ഉണ്ട്. അടയ്ക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഒരു സ്വത്രം പറ, ഒരു ഹല്ലേലൂയ പറ. കോവിഡ് കാലത്ത് നമ്മൾ സ്വത്ര കാഴ്ച എടുത്തോ? ഇല്ല. ഇതുണ്ടായിരുന്നോ? ആരുടെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നോ? ഇല്ല. എത്ര മാസം? ആരോടെങ്കിലും ദശാംശം വിട്ടു തരാൻ പറഞ്ഞോ? ഇല്ല. ആമേൻ. ഈ ഐപാഡ് മേടിച്ചത് ആ കോവിഡിനാ. എൻ്റെ ലോണ് 5 ലക്ഷം രൂപ കൊടുത്ത് തീർത്തത് ആ കോവിഡിനാ. ഏറ്റവും നല്ല ഫുഡ് ഞാൻ കഴിച്ചത് ആ കോവിഡിനാ. അമേരിക്കൻ ജോബ്സി അടിച്ചടിച്ച് എനിക്ക് ഷുഗർ കൂടി. സത്യസന്ധമാ ഭാഷ, ഞാൻ കള്ളത്തരം പറയില്ല. അവസാനം എന്നെ വിളിച്ചവനെ വിളിച്ച് ഞാൻ തിരിച്ചു വിളിച്ചു, സഹോദരാ എങ്ങനെ പോണ്?
വല്ലാത്ത കഷ്ടമാ മാഷേ. ഞാൻ പറഞ്ഞു പോലീസിന്റെ കണ്ണിൽ പെടാതെ പറ്റുമെങ്കിൽ എൻ്റെ വീട്ടിൽ വാ. എന്തിനാണ്? ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. താഴത്തെ മുറിയിരുന്ന് സൗദി പ്രസംഗിക്കും, അടുത്ത റൂമിൽ കയറി ഓസ്ട്രേലിയ പ്രസംഗിക്കും, അടുത്ത സ്റ്റുഡിയോയിൽ കയറി ഞാൻ അമേരിക്ക പ്രസംഗിക്കും. ഒറ്റ ദിവസം എൻ്റെ 5 മുറിക്കകത്ത് 5 രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. Praise the Lord. ആളുകൾക്ക് ആമൻ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടിന് വിരസത വരാതിരിക്കാൻ മുറിക്കകത്ത് മാറി മാറി പ്രസംഗിച്ചു. പച്ച ഷീറ്റും കറുത്ത ഷീറ്റും വലിച്ചു കെട്ടി കാണുന്നവർക്ക് എന്നും അവൻ കാണുന്നത് കാണാതിരിക്കാൻ മാറ്റി മാറ്റി കെട്ടി. നിങ്ങൾക്കറിയാമോ, ഒറ്റ വാശിയം പറയാ, കോവിഡ് കാലത്ത് എൻ്റെ കൊച്ചു കൂടാരത്തിനകത്തിരുന്ന് 12 രാജ്യങ്ങളിൽ എൻ്റെ യേശുവിനെ പ്രസംഗിച്ചു. എന്താ കാര്യമെന്നറിയണ്ടേ? പാണ്ഡ്യശാലയുടെ താക്കോലോ എൻ്റെ അപ്പൻ്റെ എടുക്കല. ആരാധിക്കണമെങ്കിൽ ആരാധിച്ചോ, ദൈവത്തെ സ്തുതിക്കണേ സ്തുതിച്ചോ. വരട്ടെ, ഇതുപോലെ എത്ര വരട്ടെ, ഏത് വിഷയം വരട്ടെ, ഏത് പ്രശ്നം വരട്ടെ. ഹല്ലേലൂയ. ഞാന് അത്ഭുതം കൊണ്ടൊരു കാര്യം പറയാം റോയ് പാഷേ. ഞാന് വിധവയായ ഒരു അമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചിയെ വിളിച്ചിട്ട് പോയി, അമ്മച്ചി എന്തുണ്ട് വിശേഷം, എങ്ങനെ പോണ്? അമ്മച്ചി പറഞ്ഞു, സന്തോഷമായിരിക്കുന്നു മോനെ, എനിക്കൊന്ന് കാണണമല്ലോ, വരാൻ പറഞ്ഞു. ഞാൻ വണ്ടിക്ക് വേണ്ടി അന്നത്തെ ഇച്ചിരി പൈസ കൊടുക്കാൻ ഒരല്ലേ പറഞ്ഞു. അവിടെ ചെന്നപ്പോ അമ്മച്ചി എന്നോട് പറയുക, ഞാൻ മോനെ വിളിക്കാതിരിക്കുകയായിരുന്നു. അച്ഛൻ എന്നാ പറ്റി? ഒരു പൊതി തന്നു, 2 കുപ്പി ഹോർലിക്സ്. വിധവയുടെ വീട്ടിൽ ഹോർലിക്സ്. ഇറങ്ങി പറഞ്ഞ് പോകല്ലോ, ഇച്ചിരി കൂടി ഉണ്ട്. 1 പാക്കറ്റ് കശുവണ്ടി. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ വന്ന്? വരിയല്ലേ പാസ്റ്റേ? സ്വോത്രം പറഞ്ഞു, വരിയല്ലേ? സ്വോത്രം ഒരു അല്ലലി പറഞ്ഞേ. ഞാൻ സത്യസന്ധമായി ചോദിച്ചോട്ടെ, ആ കോവിഡ് കാലത്ത് കഴിച്ച ആഹാരം ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തൊക്കെയായിരുന്നു? ചിക്കൻ വറുക്കുന്നു, ചിക്കൻ പൊരിക്കുന്നു, പൊറോട്ട അടിക്കാത്ത ഞാൻ വരെ പൊറോട്ട അടിച്ചില്ലേ? 26 പൊറോട്ട അടിച്ച് മലർത്തിയില്ലേ നമ്മള്? ചോദിച്ചു നോക്ക്. ഇവന്മാർ രണ്ടും കൂടി തണ്ടം മുണ്ടം നിന്ന് ബോധമില്ലാതെ കിടന്നുറങ്ങിയേ. ഇച്ചിരി കട്ടിയായി പോയെങ്കിലും അടിച്ചു ഞാൻ. എൻ്റെ ഭാര്യ ഏതെല്ലാം കുക്കായി, ഏതെല്ലാം വെറൈറ്റി ആയിരുന്നു. ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ നടമാടിയില്ലേ? പറ, ഇല്ലേ? എന്താ കാര്യം? താക്കോൽ അപ്പന്റെ കാര്യം. ദൈവത്തെ സ്തുതിക്കുക ദൈവമക്കളെ. ഞാൻ ദൈവമക്കൾ നോക്കിക്കൊണ്ട് പറയുന്നു, നിന്റെ വീട്ടിൽ ക്ഷാമം വരില്ല, ക്ഷാമം വരില്ല, ക്ഷാമം വരില്ല. പോരാ 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 പോരാ, കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു പറ. ക്ഷാമം വരില്ല, ക്ഷാമം വരില്ല, ക്ഷാമം വരാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഓ ഹരരബ സഥലരബലരബനര രേഖലരബ സന്ധലരബ. Yes, yes, yes. Amen. Amen. Hallelujah. പഴയൊരു പാട്ടുണ്ടല്ലോ, കലത്തിലെ മാവിലേശം. അതിന്റെ ആദ്യം എന്നാടാ? നിനക്കായി എനിക്കായി കരുതാമൻ എനിക്കൊട്ടും. ഇതൊക്കെയാ പാടേണ്ട, പാടുമോനെ. ചുമക്കുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ, എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ. ചുമക്കുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ, ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനൻ അരികിൽ വരും. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനൻ അരികിൽ വരും.
അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവായി തോടനിക്കും ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവായി തോടനിക്കും ദാഹം തീർത്തിടും. ക്ഷാമമേറ്റു സാരഫാത്ത് സഹിച്ചിടാനാ മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. ക്ഷാമമേറ്റു സാരഫാത്തിൽ മരിക്കുവാനൊരുക്കമായിരുന്നിടിലും. കാലത്തിലെ മാവുലേശം കുറയുന്നില്ലേ എന്റെ കലശത്തിലെണ്ണ കാവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുലേശം കുറയും ഹമേ കലശത്തിലെണ്ണ കാവിഞ്ഞൊഴുകിടുന്നേ. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്തു കാളപ്പൂരയൊന്നും ചേർന്ന് പറ. കാക്കകളെ നോക്കപ്പാ വിതയ്ക്കുന്നില്ല, കൊയ്തു കാളപ്പൂരയൊന്നും നിരക്കുന്നില്ല. ഓ വയലിലെ താമരകൾ വളരുന്നല്ലോ, നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ, നന്നായി വാലിലെ എനിക്കായി എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിച്ചുകൊണ്ട് ശക്തമായി ഒരു ദൂത് പറയാൻ പറയുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മനാമത്തിൽ ഞാൻ ആണയിട്ട് പറയുന്നു, ഇവിടുത്തെ ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ക്ഷാമം വരാൻ എന്റെ ദൈവം അനുവദിക്കയില്ല, അറിയില്ല. ഒരു കുടുംബത്തിനകത്ത് പോലും ഒരു തലമുറയിൽ പോലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ക്ഷാമങ്ങൾ മാറുകയാ. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കൂടാരത്തിനകത്ത് ഒരു ക്ഷാമം നേരിടാൻ എന്റെ ദൈവം ഇനി അനുവദിക്കയില്ല. ഓ ശബന റബന, എത്ര പേർ ക്ലെയിം ചെയ്യും? വായ്പ വാങ്ങുകയില്ല. പറ ഇനി വായ്പ വാങ്ങയില്ല. വായ്പ നീ കൊടുക്കോ. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടോ, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടോ. നിന്റെ കളപ്പൂരോ അനുഗ്രഹിക്കപ്പെടോ. നിന്റെ മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടോ. നിന്റെ എണ്ണ ഒഴിക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടോ. എന്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷന്മാർ കയറി വാ, ഓടിവാ. അൽബർട്ടങ്ങൾ കയറി വാ. ദേവാസന്മാർ, ഞാനിന്ന് പ്രവചിച്ച് പറയുക, ഇനി എൻ്റെ ചർച്ചിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളുടെ കുടുംബത്തും ഒരു ക്ഷാമം ഉണ്ടാവരുത്. ഞങ്ങൾ മുട്ടുമടക്കാൻ പോയ നിങ്ങൾ കൈകോർത്ത് പിടിച്ചോ. ഒരു വിഷയത്തിലും, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലോ, ഇത് ദൈവദാസന്മാരുടെ പ്രാർത്ഥനയാ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. മതി. ഇനി ക്ഷാമം നേരിട്ടത് മതി, ഞെരുക്കം അനുഭവിച്ചത് മതി. എന്റെ പൊന്നുപിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവദാസന്മാർ ഒരുമിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ഈ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിനകത്തുനിന്ന് ഞെരുക്കങ്ങൾ മാറട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ. ഇന്നലെ വരെ പിശാച് അടച്ചു വെച്ച വാതില് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറക്കുക. അവരുടെ തലമുറകളുടെ വിദ്യാഭ്യാസം, അവരുടെ ബിസിനസ്, അവരുടെ ജോലി എല്ലാം ഇന്ന് പകൽ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിനാൽ മാനിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളിപ്പോൾ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവമക്കളെ, ഞങ്ങൾ ദൈവസഭ, ദൈവദാസന്മാർ ഒരുമിച്ചവരെ അനുഗ്രഹിക്കുക. ജോസഫിന്റെ കയ്യിൽ പാണ്ഡ്യശാലയുടെ താക്കോലുള്ളത് പോലെ ഞങ്ങളുടെ അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, നിത്യപിതാവായ, സമാധാന പ്രഭുവായ ഞങ്ങളുടെ അപ്പന്റെ കയ്യിൽ പാണ്ഡ്യശാലയുടെ താക്കോലുണ്ട്. അങ്ങ് തുറക്കണമേ ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. അതങ്ങനെ സംഭവിക്കുക. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ വചന ശുശ്രൂഷക്കിടയിൽ ഈ ദൂത് കയറി വന്നെങ്കിൽ ആത്മാവ് എന്നോട് പറയുന്നു, ചിലത് ബ്രേക്ക് ആകുന്നു. മതി. പഴയ ഉടുപ്പിട്ടത് മതി, പഴയ വസ്ത്രം ധരിച്ചത് മതി, പഴയ വാഹനം ഓടിച്ചത് മതി. എല്ലാം പുതിയത് ദൈവം നിനക്ക് നൽകി തരൂ. പുതിയ വീട് നൽകി തരൂ, പുതിയ വാഹനം നൽകി തരൂ, പുതിയ ആഹാരം നൽകി തരൂ, പുതിയ വസ്ത്രം നൽകി തരൂ. യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചോ. ഒരാത്മനിയോഗം കിട്ടുന്നെങ്കിൽ അഭിഷിക്തന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചോ. ഒരാത്മനിയോഗം കിട്ടുന്നെങ്കിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. മതി. ശബനരഗദലോര മതി. ഞെരുക്കം അനുഭവിച്ചത് മതിയെന്നേ, കടം വാങ്ങിയത് മതിയെന്നേ. പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ജോസഫ് മന്ത്രിയായുള്ളപ്പോ ജോസഫ് മന്ത്രിയായി ജീവിക്കുമ്പോ നാണയത്തിന്റെ തുട്ടുകൾ ധാന്യത്തിന്റെ മീതെയുണ്ട്. ഞാനൊരു മർമ്മം പറയുക കേട്ടോ, വേണം എടുക്കാം, ഇല്ലെങ്കിൽ വിട്ടുകളയാം. അതിങ്ങനെയാ, ജോസഫ് മന്ത്രിയായി ഉള്ളപ്പോ ധാന്യത്തിന് നീ പണം കൊടുത്ത ധാന്യം മേടിച്ചേ. പക്ഷെ ജോസഫ് തരുമ്പോ ധാന്യത്തിന്റെ മീതെ നിന്റെ പണവും. പണം കൊണ്ടല്ല, കൃപ കൊണ്ട് നിന്നെ പോറ്റും. പണം കൊണ്ടല്ല, അവന്റെ നന്മ കൊണ്ട് നിന്നെ ദൈവം പോറ്റും. ഒരു വചനം എൻ്റെ ഉള്ളിൽ ദൈവം തരുന്നു. ഞാൻ റെഫറൻസ് ഓർക്കുന്നില്ല, പറ്റുമെങ്കിൽ കിട്ടുമെങ്കിൽ കിട്ടോ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്തിന്റെ റീന എത്രയാ മോനെ വാക്യം? വെരി ഗുഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. ഇട്ടോ എല്ലാവരും വായിച്ചോ. എന്തോ ഇത് പെട്ടെന്ന് ഈ മെസ്സേജിനോട് ചേർന്ന് ആത്മാവ് ഇടപെടുന്ന ദൂത. നിങ്ങൾ കുറിച്ചു വെച്ചോ, എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചോ. അത് വിടുതല. താങ്ക് യു മോളെ. വായിച്ചേ, ഇനി വായിച്ചേ. യഹോവയുടെ അനുഗ്രഹത്താൽ എല്ലാവരും വായിച്ചേ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. എങ്ങനെയാ സമ്പത്ത് ഉണ്ടാകുന്നത്? യഹോവയുടെ അനുഗ്രഹത്താൽ. വേറെ എന്ത് ചെയ്താലും ഉണ്ടാവത്തില്ല. തിരിച്ചും മറിച്ചും പിടിച്ചിട്ടാ ഉണ്ടാവത്തില്ല. നമ്മൾ പഠിച്ചവണി 18 നോക്കിയാൽ ഇത് ഉണ്ടാവത്തില്ല. ചിലരുടെ ചിന്ത ഞാൻ മിടുക്കനാ ഇത് ഉണ്ടാക്കാൻ. ഉണ്ടാവത്തില്ല ദൈവമക്കളെ. നമ്മളെയൊക്കെ മിടുക്കന്മാർ പൊട്ടിത്തകർന്നു അല്ലേ? ആ കോഫി ഉണ്ടല്ലോ, കോഫി എന്നാ കോഫിയാ മോനെ? ഒരു കഫേ അല്ലേ? കഫേ കോഫി. എന്ത് പറ്റി? മിടുക്കനാ. ഞാൻ അയാളെ കുറിച്ച് ആ സപ്ലിമെന്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്നറിയോ? ബിസിനസ്സിൽ മിടുക്കനാ പുള്ളി, മിടുക്കനാ. പക്ഷെ ഭാര്യ ഉണ്ടല്ലോ, ബിസിനസിന്റെ ABCD അറിയത്തില്ല. കടം കയറി മുടിഞ്ഞു, ആത്മഹത്യ ചെയ്തു, പൊട്ടി തകർന്നു, ബിസിനസ് പൊട്ടി. പക്ഷേ
തന്റെ ഭാര്യ എന്നാ ചെയ്യുന്നറിയാമോ? പൊട്ടി തകർന്ന് കുപ്പിച്ചില്ല് തകർന്നു കിടക്കുന്ന പോലെ തകർന്നു കിടക്കുന്നതിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ട് തന്റെ ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂവിൽ ഇങ്ങനെയാ, അറിയാവുന്ന സകല ദൈവത്തെയും വിളിച്ചപേക്ഷിച്ചു. അവൾ സറണ്ടർ ചെയ്തു. എന്നിട്ട് മുറിക്കകത്ത് കയറിയ പെണ്ണ് പറഞ്ഞു, ദൈവമേ നീ എന്നെ സഹായിക്കണം. കോടികൾ നഷ്ടമായതിന്റെ തിരിച്ചു പിടിച്ച് കോടികൾ ലാഭമാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? അല്ല ഞാൻ മാത്രം ഇത് പറയുന്നുള്ളൂ? വായിച്ചിട്ടില്ലേ? മക്കളെ, ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന ആരുടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാനായി പറയുന്നേ, നടക്കില്ല മക്കളെ. അതിനു വേണ്ടി നമ്മൾ മനസ്സ് വെക്കല്ലേ. പണം ഉണ്ടാക്കാൻ നീ മനസ്സ് വെക്കല്ലേ. ഇത് യഹോവയുടെ അനുഗ്രഹത്താ വരുന്നതാ. എങ്ങനെ വരുന്നു? അത് യഹോവയുടെ അനുഗ്രഹത്താ വരുന്നതാ. അവൻ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ നീ എന്ത് വെക്കരുത്? മനസ്സ് വെക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ നീ മനസ്സ് വെക്കരുത്. മനസ്സ് വെക്കേണ്ടത് അതിലല്ല, മനസ്സ് വെക്കേണ്ട ദൈവത്തിലാണ്. ഹല്ലേലൂയ. യഹോവയുടെ അനുഗ്രഹത്താൽ എനിക്ക് എന്തുണ്ടാകുന്നു? സമ്പത്തുണ്ടാകുന്ന എങ്ങനെയാ? ദൈവത്തിന്റെ അനുഗ്രഹത്താല. ആ തലയിലോട്ട് വലത് കൈ വെച്ചിട്ട് പറ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. എൻ്റെ പേഴ്സ് കാലിയാവില്ല. യേശുവിന് അധികാരം പറഞ്ഞു, എൻ്റെ പേഴ്സ് കാലിയാകത്തില്ല. എൻ്റെ മക്കൾ എന്നോട്, അപ്പാ എനിക്ക് 2 രൂപ വേണമെന്ന് പറഞ്ഞാൽ ഇല്ലട മക്കളെ എന്ന് പറയാൻ ഒരു ഗതികേടിലേക്ക് വരില്ല. ഇനി വരില്ല. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ ദാസൻ നിന്ന് ദൂത് പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ ചെയ്യും, അതൊക്കെ നമ്മൾ മേടിക്കും, അതൊക്കെ നമ്മൾ കാണും. ദൈവരാജ്യം വളരും, ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. കാരണം നമ്മുടെ അത്ഭുത മന്ത്രിയുടെ കയ്യിലോ പാണ്ഡികശാലയുടെ താക്കോൽ. സസുവാക്കി എത്രയാന്ന് പറഞ്ഞേ? 10:22. എന്നിട്ട് അവനെ 10:22 ഒന്ന് കുറിച്ച് വെച്ചേക്കണേ. സിന്ധമ്മേ കുറിച്ച് വെച്ചേക്കണേ, ഞാനത് മറന്നു പോകും. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കയറ്റി തന്നുകൊണ്ടാണ്. ചില റെഫറൻസ് നമ്മുടെ ഉള്ളിൽ ഇരിക്കത്തില്ല, പക്ഷെ അത് കിട്ടുന്നത് എന്താ പറയുന്നത്, മാണിക്യം കിട്ടുന്ന പോലെയാണ്. അതിൽ പിടിച്ചങ്ങ് കയറിയേക്കണം. എല്ലാ ദിവസവും അതിൽ കൈവച്ചങ്ങ് സ്തോത്രം ചെയ്തേക്കണം. ഒരാമയും പറ. നമുക്ക് തിരിച്ചു വരാം കേട്ടോ. മാഷ എവിടെയോ വായിച്ചു നിർത്തിയ സമയമായി, നിർത്താം. 42:25 വായിച്ചേ. അവരുടെ ചാക്കിൽ ധാന്യം നിറയ്ക്കുവാനും അവരുടെ ദ്രവ്യം അവനവന്റെ ചാക്കിൽ തിരികെ വയ്ക്കുവാനും വഴിക്ക് വേണ്ടതായ ആഹാരം അവർക്ക് കൊടുക്കുവാനും യോസേഫ് കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു. അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്നും പുറപ്പെട്ടു. വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതയ്ക്ക് തീൻ കൊടുക്കുവാൻ ചാക്ക് അഴിച്ചപ്പോൾ തന്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. അങ്ങോട്ട് പൈസ കൊണ്ടാ ചെന്നേ. ധാന്യവും കിട്ടി, പണവും കിട്ടി. വീട്ടിൽ ചെന്ന് എല്ലാരും ചാക്ക് കെട്ട് അഴിച്ചപ്പോ എല്ലാവരുടെയും ചാക്ക് കെട്ടിനകത്തെന്താ? പൈസയാ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, എനിക്ക് സങ്കടം തോന്നിയത്. ശിമയോനിപ്പോ എവിടെ കിടക്കുക? കാരാഗത്ത് കിടക്കുക. എന്ത് നല്ല ചേട്ടന്മാരാന്നറിയുമാര്. ഇവന്മാര് കൊണ്ടുവന്ന ഫുഡ് കഴിച്ച് തീർന്നപ്പോൾ വീണ്ടും ക്ഷാമം വന്നു. അപ്പോഴാ മറ്റവന് ഓർത്ത്, ഉണ്ടോ എവിടെയുണ്ടോ 43 നോക്കി. 43:1. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ അപ്പൻ അവരോട്, ഒരുത്തൻ എവിടെ കിടക്കുക? ഇവന്മാരിവിടെ തീറ്റ, മറ്റവൻ കെട്ടപ്പെട്ട് കിടക്കുക. എന്നാ ചേട്ടന്മാരല്ലേ. ഇങ്ങനെ 10 കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൃപ ലഭിച്ച ചേട്ടന്മാർ. ഒരല്ലലിയോ എന്ന് പറഞ്ഞേ. വായിച്ച മാഷേ. ഇനി നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അടുത്തത് അതിന് യാക്കോബാണെങ്കിൽ പട്ടിണി, ഇവര് കുടുംബമായിട്ട് ഇച്ചിരി തീറ്റപ്രാന്തന്മാരാ. അറിയാല്ല, അപ്പൻ ഇച്ചിരി തീറ്റയാണ്, പുള്ളി ഇച്ചിരി തീറ്റയാണ്. അതുകൊണ്ട് ഈ ക്ഷാമം എന്ന് പറയുമ്പോൾ ഇവർക്ക് ആകപ്പാടൊരു പ്രശ്നമാണ്. ഈ അപ്പൻ്റെ കാലം തൊട്ട് ക്ഷാമം വരുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, അബ്രഹാം ഓടി. ഇസ്ഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, ഇസ്ഹാക്ക് ഓടി. ഈ പുള്ളിയുടെ കാലത്ത് ക്ഷാമം വരുമ്പോൾ ഇവർക്ക് 3 പേർക്കും ഭയങ്കര ടെൻഷനാണ്. ഇവിടെ ക്ഷാമം വന്നപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വേഗം പറഞ്ഞു പോയി ആഹാരം കൊള്ളു. യാക്കോബ് പറഞ്ഞേ, ഇനി പോകുമ്പോൾ ആ തിരിച്ചു വെച്ച മണമില്ലേ, അതും കൂടി എടുത്തോ. അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു ചോദിച്ചാലോ, അതും എടുക്കണം.
കുറച്ച് കാശ് വണ്ടി, ബദാം വണ്ടി ഉണ്ടോ ഭാഷേ? അതുകൂടി കൊണ്ടുപോക്കാൻ യാക്കോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇരട്ടി ദ്രവ്യം കയ്യിൽ എടുത്തുകൊള്ളുവിൻ. ഇരട്ടി ദ്രവ്യം കൊണ്ടുപോക്കോ. നിങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകുവിൻ. പക്ഷേ അത് കൈമറിച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നി. ഈ രണ്ടാമത് ക്ഷാമം വന്നിട്ട് പോകാൻ തുനിഞ്ഞപ്പോ ഈ അപ്പം പറഞ്ഞു, മക്കളെ നിങ്ങൾ പോകാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാലല്ലേ, കൊച്ചുങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറയാ. രണ്ടാമത് പോകാൻ പറഞ്ഞപ്പോ ഈ യഹൂദ പറഞ്ഞു, അതെ ഇനി പോണെങ്കിൽ ഈ ഇളയ മോനെ കൊണ്ട് പോകണം. ആരെയും കൊണ്ട് പോകണം? ആ ഇളയവൻ ആരാ? ബെന്യാമീൻ. അപ്പൊ അപ്പം പറഞ്ഞു, ഇവനെ ഞാൻ വിട്ടുതരില്ല. കാരണം ഇവന്റെ മുഖം കണ്ടാ ഞാൻ ജീവിക്കുന്നേ. ഇവൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അവൻ പണ്ടേ ചത്തുപോയി. ഇവൻ കൂടി പോയാൽ ഈ നര നേരെ പാതാളത്തിലോട്ട് പോകും. അതുകൊണ്ട് തരത്തില്ല. അവിടെ യഹൂദ ചാടി വീണു. യഹൂദ പറഞ്ഞു, അപ്പാ ഞാൻ ഗ്യാരണ്ടി. ഒരല്ലെന്ന് പറഞ്ഞേ, എറിയാനും ഗ്യാരണ്ടി ഇവനായിരുന്നു ചേട്ടനെ. ഇപ്പൊ പറയുക, ബെന്യാമിന്റെ ഗ്യാരണ്ടി ഞാൻ മടക്കി കൊണ്ടുവരാം. ഇനി അവനെ വിടുന്നില്ലെങ്കിൽ പകരം ഞാൻ അവന് വേണ്ടി ഉത്തരവാദിയാകാം. വിടാൻ പറഞ്ഞു. അങ്ങനെ യഹൂദയുടെ ഗ്യാരണ്ടിയിൽ ആരെ വിട്ടു? ബെന്യാമിനെ വിട്ടു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ശിമയോൻ അകത്ത് കിടക്കുന്നു. വീണ്ടും ബെന്യാമിനെയും കൊണ്ട് ഇവർ വരുന്നു. ഈ കാഴ്ച ജോസഫ് കണ്ടു. ഇനിയാണ് നമ്മൾ വായിച്ച കുറിവാക്യം ഏതാ? 43:29. ഇത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറിവാക്യം. ഇതാ സംഭവം. അങ്ങനെ ബെന്യാമിനെയും കൊണ്ട് ഈ ചേട്ടന്മാര് വന്നു കഴിഞ്ഞപ്പോ അവിടെ ഇരുന്നിട്ട് തല ഉയർത്തി ജോസഫ് നോക്കി. ആരെ? തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ. തന്റെ അമ്മയുടെ മകനും. വാസ്തവത്തിൽ അവിടെ എന്തെന്നാ എഴുതണ്ടേ? പറ. തൻ്റെ അപ്പൻ്റെ മകനെന്നല്ലേ എഴുതണ്ടേ? ആണാ ഇവിടെ എഴുതിയെന്നാ? യാക്കോബിന് 4 ഭാര്യമാര്, 12 മക്കൾ. ചിലരുന്ന് ചിന്തിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയാൽ മതിയാ. ആമേ. റാഖേല്, ലേയ, 2 ദാസിമാർ. ഇവർ കൂടി ജനിച്ച 12 മക്കൾ. അതിൽ റാഖേലിന് ജനിച്ച പറ അങ്ങനെയല്ലേ ജോസഫ്. റാഖേൽ ജനിച്ച 2 മക്കൾ, ഒന്ന് യോസഫും. ജോസഫിന് ജന്മം കൊടുത്തപ്പോ ജോസഫ് എന്ന് പേരിട്ടു. ജോസഫിന്റെ പേരിന്റെ അർത്ഥം എന്നാ? ജോസഫ് എന്ന പേരിന്റെ അർത്ഥം എന്നാ? നിർത്തിപ്പോവാനാ? സമൃദ്ധി അല്ല. എനിക്കൊരു മകനെ കൂടി ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് എന്ന് പേരിട്ടു. എന്നാ ഒരു മകനെ കൂടി. അപ്പൊ ജോസഫുമാരുണ്ടെങ്കിൽ സൂക്ഷിച്ചേക്കണേ, ഒന്നുകൂടി കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അവൻ ഒരു മകനെ കൂടി കിട്ടും, ദൈവം തരും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ജോസഫ് എന്ന് പേരിട്ടു. അപ്പൊ ജോസഫിന്റെ പേരിന്റെ അർത്ഥം എന്നാ? ഒന്നിനെ കൂടി കിട്ടും, ഒരു മകനെ കൂടി കിട്ടും. അങ്ങനെ വീട്ടിൽ ചെന്ന് ഇവിടുന്ന് വായിക്കാണ്ട് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ചിലർ ഇപ്പം തന്നെ വായിക്കാൻ തുടങ്ങി, ഇപ്പോൾ വായിക്കല്ലേ, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ആമേൻ. ഒരു മകനെ കൂടി ദൈവം എനിക്ക് തരും എന്ന് പറഞ്ഞ് ജോസഫ് എന്ന് പേരിട്ടു. ഇനി ബെന്യാമിന്റെ അർത്ഥം എന്നാ? നിങ്ങൾക്ക് ഒരു ഇമ്പോസിഷൻ തരികയാണ്. അടുത്ത ആഴ്ച അത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് അതിൻ്റെ അർത്ഥം എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നതാണ്. അത് ഏതായാലും ഞാനിപ്പോൾ പറയില്ല. ഓക്കെ. അത് ഉൽപ്പത്തി 49 യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ്. അതൊരു വാക്തത്വ വാക്കാണ്. പക്ഷെ
ബെന്യാമിൻ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്ന വേറെ അർത്ഥമാണ്. യഹോവയ്ക്ക് പ്രിയൻ, കറക്റ്റ്. അപ്പൊ ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഒരു മകനെ കൂടി ദൈവം തരും. അപ്പൊ റാഹേലിന്റെ 2 മക്കളാണ്. ആരൊക്കെ? ഇനി റേച്ചൽ അതിനർത്ഥം എന്നാ? പെണ്ണാട്ടിൻകുട്ടി. എന്നാണ്? പറ. പെണ്ണാട്ടിൻകുട്ടി, റാഖേലിന്റെ അർത്ഥം. അപ്പൊ റാഖേല് ബെന്യാമീനെ പ്രസവിച്ചിട്ട് റാഖേൽ എന്ത് ചെയ്തു? പറ. മരിച്ചു. ഇപ്പൊ ഏകദേശം പിടുത്തം കിട്ടിക്കാണ്. ജോസഫിന്റെ സഹോദരനാണ് ബെന്യാമിൻ. യേശു ജോസഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജോസഫിന്റെ സഹോദരൻ ബെന്യാമിൻ ആയതുപോലെ ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ് നമ്മളും. ദൂത് മനസ്സിലായോ? ഇനി ബെന്യാമിൻ പുറത്തു വന്നപ്പോൾ ഒരു മരണം സംഭവിച്ചു. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പുറകിലും ഒരു മരണമുണ്ട്. ബെന്യാമിൻ പുറത്തു വന്നപ്പോൾ അമ്മയാണ് മരിച്ചതെങ്കിൽ, നമ്മൾ പുറത്തു വന്നപ്പോൾ നമ്മുടെ യേശുവിന്റെ മരണമാണ് നമ്മളെ പുറത്തു കൊണ്ടുവന്നത്. നമ്മൾ ഇന്ന് ജീവനോട് ഇരിക്കുന്നത്, നമ്മൾ ആയുസ്സോടെ ഇരിക്കുന്നത്, ബെന്യാമിനെ നീ പുറത്തു വന്നതിന്റെ ചരിത്രം എന്ന അമ്മയുടെ മരണം കണ്ട് വെളിയിൽ വന്നതുപോലെ നമ്മുടെയും പുറത്തു വന്നതിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുവിന്റെ മരണമാണ്. വിട്ടേക്ക്. ഓക്കെ, സമയം പോയി, അത്ര നിർത്താം കേട്ടോ. എന്തായാലും ബെന്യാമിനെ കൊണ്ടുവന്നു, ബെന്യാമിനെ കണ്ടു, ദൂരത്തിൽ നിന്ന് കണ്ടു. മാഷ് വായിച്ചു നിർത്തിക്കേ. പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. സ്വന്തം അനുജനെ വർഷങ്ങൾ കൂടി കാണുക. നിങ്ങൾ ആലോചിക്കേ, സ്വന്തം അമ്മയുടെ മകനെ കുറെ നാളുകൂടി കാണുകയാ. ഇപ്പൊ 37 വയസ്സുണ്ട്. 37 വയസ്സ് കഴിഞ്ഞ് ജോസഫ് സ്വന്തം അനുജനെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ പറയാ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചോ. അനുജനെ കണ്ടിട്ട് യോസേഫിന്റെ മനസ്സ് ഉരുകിയതുകൊണ്ട് അവൻ കരയേണ്ടതിന് ബന്ധപ്പെട്ട് അവൻ അനിയനെ കണ്ട് ഗോഡ് ബ്ലസ് യു പറഞ്ഞിട്ട് പുള്ളി നേരെ മുറിക്കാത്ത് പോയി. എന്ത് ചെയ്തു? അവിടെ ചെന്ന് കരഞ്ഞു. എന്ത് സോഫ്റ്റാ അല്ലേ ജോസഫ്, അല്ലേ? എന്ന മനുഷ്യനാണ്. സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ കുറെ ഇരുന്ന് കരഞ്ഞു, വായിച്ചിട്ട് ഒത്തിരി ഇരുന്ന് കരഞ്ഞു. എന്തിനു ഈ മനുഷ്യൻ എങ്ങനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കും? പുള്ളി അകത്തുപോയി. മക്കളെ ഇപ്പൊ നിർത്താം കേട്ടോ. അകത്തുപോയി കാരണം പിള്ളേരെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും അമ്മ ഈ പുള്ളി അകത്തുപോയി വാവിട്ടങ്ങ് കരഞ്ഞു. എന്നിട്ട് പക്ഷേ പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെത്താൻ അടക്കി ഭക്ഷണം കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിസ്രയീമ്യർക്ക് പ്രത്യേകവും കൊണ്ടുവന്നു വെച്ചു. മിസ്രയീമ്യർ എബ്രായരോട് കൂടെ ഭക്ഷണം കഴിക്കുകയില്ല. അവർക്ക് വായിച്ചോ. മൂത്തവൻ മുതൽ ഇളയവൻ വരെ. ഇനി എന്താ കാര്യം എന്നറിയോ? ഈ ചേട്ടന്മാരെല്ലാം പുറത്ത് നിൽക്കുമ്പോ അകത്ത് മേശ ഒരുക്കി. എന്തൊരുക്കി? മേശ ഒരുക്കി. ഈ മേശ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ മൂത്താളെ ഇരുത്തണം, ഇവിടെ രണ്ടാമത്തെ ആളിരുത്തണം, ഇവിടെ. നിങ്ങൾ ശ്രദ്ധിച്ച്. അങ്ങനെ ഈ മൂത്ത തോട്ടിയും കൂടെ താഴെ വരെ ഇരുത്തി. ഇവന്മാർ ഓരോരുത്തർ കയറി വന്നപ്പോൾ ഈ ജോസഫിൻ്റെ ബാല്യക്കാർ പറഞ്ഞു, ചേട്ടന് ഇവിടെ ഇരി, രണ്ടാമത്തെ ആളിന് ഇവിടെ ഇരി. അപ്പം ഇവന്മാരെല്ലാം ഇരുന്നിട്ടും നോക്കിയപ്പോഴേ 1 തൊട്ട് 10 വരെ ക്ലിയർ ആയിട്ടിരിക്കുന്നു. അപ്പം ഇതാരാ ഇരുത്തിയേ? ജോസഫാന്നറിയത്തില്ല. ഇത്ര കൃത്യമായിട്ട് ചേട്ടന്മാരുടെ വിവരക്കണക്കനുസരിച്ച് പ്രായം നോക്കി ഇരുത്തിയപ്പോഴേ ഇവന്മാർക്ക് ആഹാരം ഇറങ്ങാതെ കൊല്ലാനുള്ള പരിപാടിയാ. വായിച്ചു. പ്രായത്തിനൊത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി. വായിച്ചോ. അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു. അന്യോന്യം നോക്കി തമ്മിൽ പറഞ്ഞുകാട് രൂപേനെ കോഴിക്ക് ഗോതമ്പ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? കൊല്ലാൻ
ഇത് കൊല്ലാനുള്ള പരിപാടിയാ. കഴിച്ചോ കേട്ടോ. ഞാൻ സത്യമായിട്ട് പറയാം, ഇവന്മാർ ഒരെണ്ണം കഴിച്ച് കാണത്തില്ല. വായിച്ചു വിട്ടോ. അവൻ തന്റെ മുമ്പിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമിന്റെ ഓഹരി മറ്റുള്ള ഞാനൊരു ദൂത് പറയും. അടുത്ത വാക്യം പറയുമ്പോൾ ആമേൻ പറഞ്ഞേക്കണം കേട്ടോ. എല്ലാം കഴിഞ്ഞ് തീറ്റയെല്ലാം കൊടുത്തിട്ട് വീണ്ടും ധാന്യം ചാക്കിനകത്തൊക്കെ നിറച്ചിട്ട് എല്ലാവർക്കും ഓഹരി കൊടുത്തു. കൊടുത്ത കൂട്ടത്തിൽ ബെന്യാമിന്റെ ഓഹരി മറ്റവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. കത്തിയവർക്ക് ഇന്ന് പകലൊരു വിടുതല. കത്തിയവർക്കൊരു വിടുതല. അത് കത്തിയവർക്ക് വിടുതല. ജോസഫിന്റെ സഹോദരന് 5 ഇരട്ടിയാ. ദൂത് മനസ്സിലായോ? മറ്റുള്ളവർക്ക് 1 ഇരട്ടിയോ, നിനക്ക് 5 ഇരട്ടിയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജോസഫ് യേശുവിന്റെ നിഴല. യേശുവിന്റെ സഹോദരന്മാരാരാ? പറ. നമ്മൾ. ജോസഫിന്റെ സഹോദരൻ ബെന്യാമിൻ, യേശുവിന്റെ സഹോദരന്മാർ നമ്മൾ. അപ്പൊ ബെന്യാമിന് 5 ഇരട്ടി. യേശുവിന്റെ സഹോദരന്മാരെ നമുക്ക് എത്രയാ? 5 സോഡിയാക്കിന്റെ കോട്ട്. മറ്റവർക്കോ? പറ. 1. അപ്പൊ ഈ പോണ പോക്കിലെ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ബെന്യാമിൻ ഒരു ചുവപ്പ് എടുത്തിടും. കുറച്ച് കഴിയുമ്പോൾ ചുവപ്പ് ഊരിയിട്ട് നീലയിടും. അപ്പൊ ഇവന്മാര് നോക്കിയിട്ട് വരുമ്പോ പുതിയ ഷർട്ട്, പുതിയ കോട്ട്, പുതിയ പാൻറ്. അസൂയ ഉണ്ടല്ലേ? ബെന്യാമിന ഒരു സ്വത്രം പറ. നിങ്ങൾ ബെന്യാമിനാന്ന്, പുതിയ ഓട്ടാന്ന്, 5 ഇരട്ടിയാന്ന്. ഹല്ലേലൂയ, ആമേൻ. ഒന്ന് അടുത്തിരിക്കുന്ന അവിടെ കൈ കൊടുത്തിട്ട് പറ, കണ്ടോ ബെന്യാമിനാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെ കൈ കൊടുക്കാനല്ല, നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെയാണ്. ഈ ഷർട്ട് പിടിക്കും, കണ്ടോ ബെന്യാമിനാന്ന് പറഞ്ഞു. ബെന്യാമിന. അടുത്ത ആഴ്ച വരുമ്പോൾ പുതിയ ഇട്ടേണ്ടി വരണം. എന്നിട്ട് പറഞ്ഞു, കണ്ടോ ബെന്യാമിനാന്ന് പറഞ്ഞു. ഇന്നലെ ഇട്ടോണ്ട് വന്ന് ഇട്ടോണ്ട് പറയരുത്. അടുത്ത ആഴ്ച വരുമ്പോൾ കുറച്ചുകൂടി പറ്റുമെങ്കിൽ ഇത്തോട്ട് തിളങ്ങുന്ന കിട്ടും. എന്നിട്ട് പറഞ്ഞു ബെന്യാമിനാന്ന് പറഞ്ഞു, ഒരു അല്ലലി എന്ന് പറഞ്ഞു. ചൈന സിൽക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഇടണമെന്നാണ് ഞാൻ പറയണേ. കാഞ്ചീപുരം ബനാറസാണ് അത്. കാണാൻ നമ്മൾ ആരാ മേരിയാൻറ്റി? പറ, നമ്മൾ ആരാ? ബെന്യാമിൻ എത്രയാ? 5 ഇരട്ടി. ഇത് വായിക്കുമ്പോ തന്നെ എൻ്റെ അകത്തൊരു സന്തോഷമാ. നീ എന്തിനാ കുറയുന്നേ? ജോസഫേ, നിന്റെ സഹോദരൻ ബെന്യാമിന് 5 ഇരട്ടിയോ. ഇനി പോയാൽ പിന്നെ ഇങ്ങനെ പോവും. എനിക്കാണ് നല്ല രസമുണ്ട്. ആമേ, അത് പറഞ്ഞങ്ങ് നിർത്താം അല്ലേ? എല്ലാവരുടെയും ചാക്കിനകത്ത് പോയി എല്ലാം വെച്ചു, ധാന്യവും വെച്ചു, പണവും വെച്ചു. ജോസഫ് വിളിച്ചിട്ട് പറഞ്ഞേ, ഈ പ്രാവശ്യം ഒരു കാര്യം ചെയ്യണം. എല്ലാവരുടെ ധാന്യത്തിൻ്റെ കൂടെ പണം വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം ബെന്യാമിൻ്റെ ചാക്കിൽ വെക്കണം. അത് കെട്ടി എല്ലാവരും വിട്ടു. കൊട്ടാരത്തിൻ്റെ വാതിക്കൽ എത്തിയപ്പോ ഒരാളോട് പറഞ്ഞു, ഓടിച്ചെന്ന് പിടിക്കാൻ പറഞ്ഞു. ഒരുത്തനോടി വന്നിട്ട് നിൽക്കടാ അവിടെ, പിടിക്കടാ എന്ന് പറഞ്ഞു. എന്നാ സാറേ, നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ യജമാനന് അതിനകത്തെന്നാ കുടിക്കുന്നതെന്ന്? ഞങ്ങളുടെ യജമാനൻ ലക്ഷണം നോക്കുന്നത് പാനപാത്രത്തെ നോക്കിയാന്ന്. ആ പാനപാത്രം അടിച്ചോണ്ട് പോയോ? നീയൊക്കെ കൊള്ളാലോടാ. ഉടനെ യഹൂദ പറഞ്ഞു, പൊന്നു സാറേ, സത്യമായിട്ടും ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ഇനി കുറച്ചുകൂടി കേട്ടി പറഞ്ഞു, ഇനി അതാരുടെയെങ്കിലും ചാക്ക് കെട്ടി കണ്ടാൽ അവൻ ജീവിതകാലം മുഴുവൻ അടിമ. അപ്പനോട് പറഞ്ഞിട്ട് വന്നേക്കണേ. എന്നാ അപ്പനോട് പറഞ്ഞിട്ട് വന്നേക്കണേ, ആര് പോയാലും ഞാൻ കൊണ്ടുവരുമെന്നാ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചാക്ക് കെട്ടഴിച്ചു. അഴിച്ചഴിച്ച് വന്നപ്പോ പറ, ബെന്യാമിൻ്റെ ചാക്ക് കെട്ടിനകത്ത് കാലിയായ ഒരു പാനപാത്രം. ബെന്യാമിൻ വിറക്കാൻ തുടങ്ങി. എല്ലാവരും മുട്ടുകുത്തി. എല്ലാവരും പറഞ്ഞു, യജമാനനെ പറ്റിപ്പോയി, അവന് വേണ്ടി ഞാൻ അടിമയാകാം. പക്ഷെ തമ്പുരാൻ എന്നോടൊരു ദൂത് പറഞ്ഞു,
കേൾക്കണോ? നിങ്ങൾക്ക്? അത് കേട്ടിട്ട് അവസാനിക്കാം അല്ലേ? ബെന്യാമിനെ, എൻ്റെ പൊന്നനുജ, നിന്റെ ചാക്കുകെട്ടിൽ കണ്ട കാലിയായ പാനപാത്രം എന്താണെന്നറിയാമോ? ഞാൻ കുടിച്ചു തീർത്ത കഷ്ടതയുടെ പാനപാത്രമാണ്. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാൻ കുടിച്ചു തീർത്ത കഷ്ടതയുടെ പാനപാത്രമാ ഈ കാലിപ്പാനപാത്രം. ആ പാനപാത്രത്തിലെ ആ കഷ്ടതയുടെ ആ മട്ടുണ്ടല്ലോ, അവസാനം വരെ ഞാൻ ഊറ്റി കുടിച്ചു. ഇനി നിങ്ങൾ കുടിക്കണ്ട, ഇനി ആ കാലിപ്പാനപാത്രമാ. ബാ, തിരിച്ചു കൊണ്ടുപോയി എല്ലാവരും മുറിക്കകത്ത് കൊണ്ടുപോയി പാനപാത്രം എടുത്ത് അകത്ത് വെച്ചു. ജോസഫ് എല്ലാവർക്കും വീഞ്ഞു പകർന്നു. അവിടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നിട്ട് വാവിട്ട് കരഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയുക, സഹോദരങ്ങളെ, ഞാൻ ആരാന്നറിയാമോ? നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. നിങ്ങളുടെ സഹോദരൻ ജോസഫാണ്. ജോസഫ് ഇത് പറഞ്ഞ് പൊട്ടി. അവിടെ ഒരു വാക്യമുണ്ട്, അവര് എല്ലാവരും ചേർത്ത് പിടിച്ച് വാവിട്ട് കരഞ്ഞിട്ട് ജോസഫ് താമസിക്കുന്ന കൊട്ടാരവും ഫറവോന്റെ കൊട്ടാരവും തമ്മിൽ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ കരഞ്ഞ ശബ്ദം ഫറവോന്റെ ഗ്രഹം മുഴുവൻ കേട്ടു. ഒരു സ്വതന്ത്രം പറ. ഈ ജോസഫ് പറഞ്ഞു, മകനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ബെന്യാമിനോട് പറയുന്നു, യഹോവയുടെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.